Hi students, welcome to a lecture series of quantum mechanics. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 5th സെമസ്റ്റർ BSc ഫിസിക്സിൻ്റെ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന പേപ്പറിൽ നമ്മൾ 4ാമത്തെ യൂണിറ്റിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന സെക്ഷൻ. ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഡെവലപ്മെൻറ്റും അതിൻ്റെ മാത്തമാറ്റിക്കൽ ഫ്രെയിം വർക്കും നമ്മൾ തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടും അതിന് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഓഫ് മോഷൻ അങ്ങനെയുള്ള കോൺസെപ്റ്റുകളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ റെഫറൻസ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് കൺസെപ്റ്റ്സ് ഓഫ് മോഡേൺ ഫിസിക്സ് ബൈ ആർതർ ബേസർ 6th എഡിഷൻ. സോ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന ഒരു പുതിയ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ആ ഡെവലപ്മെൻറ്റിൽ നമുക്കറിയാം ക്വാണ്ടം മെക്കാനിക്സ് ഏറ്റവും പ്രധാനപ്പെട്ട ക്വാണ്ടം മെക്കാനിക്സ് കൂടുതലും അപ്ലൈ ചെയ്യുന്നത് മൈക്രോസ്കോപ്പിക് റലത്തിലാണെന്ന് നമുക്കറിയാം. മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളുകളിലാണ് ക്വാണ്ടം പ്രിൻസിപ്പിൾസ് സാറ്റിസ്ഫൈ ചെയ്യുക, അല്ലെങ്കിൽ ക്വാണ്ടം പ്രിൻസിപ്പിൾ കൂടുതലും അപ്ലൈ ചെയ്യുക. ക്വാണ്ടം പ്രിൻസിപ്പിൾസ്, ക്ലാസിക്കൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിക് തലത്തിൽ നമുക്ക് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള ലഗ്രാഞ്ചീസ് ഇക്വേഷൻസ് ഓഫ് മോഷനൊക്കെ ഉപയോഗിച്ചുകൊണ്ടോ നമുക്ക് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളുകളുടെ ഡൈനാമിക്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കാതെ വരികയും അതിന് ആ ഡൈനാമിക്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പുതിയൊരു ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് നമ്മൾ ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു. അതാണ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത്. ക്വാണ്ടം മെക്കാനിക്സും ക്ലാസിക്കൽ മെക്കാനിക്സും തമ്മിലുള്ള കണക്ഷനൊക്കെ നമ്മൾ ഈ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യും. അതിനു മുമ്പായിട്ട് നമ്മൾ കഴിഞ്ഞ ലെക്ചർ വരെ ഡിസ്കസ് ചെയ്തിരുന്നത് ബോർ മോഡൽ ഓഫ് ആറ്റത്തെക്കുറിച്ചായിരുന്നു. ബോർ തിയറിയുടെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് 1913 നീൽസ് ബോർ 1913 അദ്ദേഹത്തിൻ്റെ മോഡൽ ഓഫ് ആറ്റം പ്രപ്പോസ് ചെയ്യുകയും ഹൈഡ്രജൻ സ്പെക്ട്രം കൃത്യമായിട്ട് ഒരു പരിധിവരെ അദ്ദേഹത്തിന് ഹൈഡ്രജൻ സ്പെക്ട്രത്തിൻ്റെ എക്സിസ്റ്റൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ, തിയററ്റിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാനും അത് എക്സ്പെരിമെൻ്റൽ ഡാറ്റയുമായിട്ട് മാച്ച് ചെയ്യാനും സാധിച്ചു. ഫ്രാങ്ക് ഹെഡ്സ് എക്സ്പെരിമെൻറ്റ് നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ ഡിസ്കസ് ചെയ്തതാണ്. ഫ്രാങ്ക് ഹെഡ്സ് എക്സ്പെരിമെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് ബോറിൻ്റെ പ്രപ്പോസൽസ് കറക്റ്റാണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനും സാധിച്ചു. ഓക്കെ, അപ്പോൾ ഒരു 1913 ആ കാലഘട്ടം 1911 റുദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം വരുന്നത്, ന്യൂക്ലിയസിൻ്റെ കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ റുദർഫോർഡിൻ്റെ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റത്തിനെ മോഡിഫൈ ചെയ്തുകൊണ്ട് ബോർ പുതിയൊരു മോഡൽ പ്രപ്പോസ് ചെയ്യുകയും ആ മോഡൽ ഓഫ് ആറ്റം വെച്ചിട്ട് ഡിസ്ക്രീറ്റ് അറ്റോമിക് സ്പെക്ട്രയും അതേപോലെ തന്നെ ക്വാണ്ടൈസേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റും ഒക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വളരെ കൃത്യമായിട്ട് ക്വാണ്ടൈസേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് എനർജി ലെവൽസ് ഡിസ്ക്രീറ്റ് ആണെന്ന് റെപ്രസെൻറ്റ് ചെയ്യുകയും അത് വെച്ചിട്ട് നമ്മൾ ഹൈഡ്രജൻ സ്പെക്ട്രം കൃത്യമായിട്ട് ഹൈഡ്രജൻ സ്പെക്ട്രൽ ലൈൻസ് എങ്ങനെ അതിൻ്റെ ഒറിജിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് നമ്മൾ ബോർ മോഡൽ വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ആ കാലഘട്ടത്തിൽ ബോർ തിയറിക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് വരാനുള്ളൊരു കാരണം. അപ്പോൾ ബോർ മോഡൽ ഓഫ് ആറ്റത്തോടു കൂടി ബോർ മോഡൽ ഓഫ് ആറ്റത്തിൻ്റെ ഏറ്റവും ബാക്ക് ബോൺ എന്ന് പറയുന്നത് ക്വാണ്ടൈസേഷൻ ഓഫ് മെയിൻ ബാക്ക് ബോൺ ഓഫ് Bohr's theory, main backbone of Bohr's theory is first one, quantization of orbitals, orbits അല്ലെങ്കിൽ നമ്മൾ അതിനെ നമുക്ക് എന്താ പറയുക, ഓർബിറ്റൽ റേഡിയസ് എന്ന് പറയുന്നത് ക്വാണ്ടൈസർ ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആംഗുലർ മൊമെൻറ്റം ക്വാണ്ടൈസ് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ക്വാണ്ടൈസേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം, ആൻഡ് എനർജി ലെവൽസും ക്വാണ്ടൈസർ ആണ്. ആൻഡ് ദ എക്സിസ്റ്റൻസ് ഓഫ് ഡിസ്ക്രീറ്റ് സ്പെക്ട്ര, അറ്റോമിക് സ്പെക്ട്ര. അത് നമ്മൾ അത് പ്രത്യേകം പറയണമെന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ എന്ന് പറയുന്നത് ഓർബിറ്റൽ റേഡിയസ് ക്വാണ്ടൈസ് ചെയ്യുന്നതും ആംഗുലർ മൊമെൻറ്റവും എനർജി ലെവൽസും ക്വാണ്ടൈസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മോഡൽ ഓഫ് ആറ്റം ഡിസ്കസ് ചെയ്തത്. ഇലക്ട്രോൺസിന് ന്യൂക്ലിയസിന് ചുറ്റും ചില സെർട്ടൺ ഓർബിറ്റുകളിൽ മാത്രമേ റിവോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അത്തരം ഓർബിറ്റുകൾ നോൺ റേഡിയേറ്റിംഗ് ഓർബിറ്റുകളാണെന്നും അത്തരം ഓർബിറ്റുകളിൽ
ആംഗുലർ മൊമെന്റ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π ആണ് എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് വെച്ചിട്ട് നമ്മൾ എനർജി ലെവൽസ് ഡിസ്ക്രീറ്റ് ആണ് നമ്മൾ പ്രൂവ് ചെയ്തു. ഡിസ്ക്രീറ്റ് അറ്റോമിക് സ്പെക്ട്രയുടെ എക്സിസ്റ്റൻസും നമ്മൾ യൂസ് ചെയ്തു. ഇത് നമ്മൾ ബോർ മോഡൽ ഓഫ് ആറ്റത്തിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ടാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഈ ഒരു കോൺസെപ്റ്റുകൾ മുഴുവൻ ഫ്രാങ്ക് ഹെഡ്സ് എക്സ്പെരിമെൻ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു കോൺസെപ്റ്റുകളൊക്കെ നമുക്ക് എക്സ്പെരിമെൻ്റലി വെരിഫൈ ചെയ്യാനും സാധിച്ചു. പക്ഷേ ബോർ മോഡലിന് ഒരുപാട് ലിമിറ്റേഷൻസ് അതായത് 1913 ബോർ പ്രപ്പോസ് ചെയ്തതിന് ശേഷം പിന്നീട് വന്ന പഠനങ്ങളിൽ ഒരുപാട് ലിമിറ്റേഷൻസ് നമുക്ക് ബോർ മോഡലിനെ അനുഭവിക്കേണ്ടി വന്നു. പ്രധാനപ്പെട്ട ലിമിറ്റേഷൻസ് ആണ് നമ്മൾ ആദ്യം അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. ആ ലിമിറ്റേഷൻസ് ആണ് ബോർ തിയറി ബോർ തിയറിയിൽ നിന്ന് പുതിയ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന ഒരു പുതിയ ബ്രാഞ്ച് ഓഫ് ഫിസിക്സിലേക്കുള്ള ഡെവലപ്മെന്റിന് കാരണമായത് ഈ ബോർ മോഡലിലുള്ള എന്താ പറയുക ലിമിറ്റേഷൻസ് ആണ്. എന്ന് പറഞ്ഞാൽ ബോർ മോഡൽ ഓഫ് ആറ്റം എന്ന് പറയുന്നത് ഒരു മോസ്റ്റ് ജനറൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് അറ്റോമിക് സ്ട്രക്ചർ എന്ന് നമുക്ക് പറയാൻ പറ്റാതെ വന്നു. കാരണം അതിൻ്റെതായ ചില ലിമിറ്റേഷൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അറ്റോമിക് മോഡലിനെ കൃത്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു പുതിയ തിയറി നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടി വന്നു. അതാണ് പിന്നീട് 1925 ഒക്കെ എത്തിയപ്പോൾ ഷോഡിഞ്ചർ, ഹെയ്സൻബർഗ്, മാക്സ് ബോൺ എന്ന് പറയുന്ന അല്ലെങ്കിൽ പോൾ ഡിറാക്ക് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റുമാരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ്റെ ഭാഗമായിട്ട് പുതിയൊരു ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ഡെവലപ്പ് ചെയ്യുകയും അതിനെ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് വിളിക്കുകയും ചെയ്തു. അതാണ് ഇതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബോർ തിയറിക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ആദ്യം റെപ്രസെൻ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ബോർസ് തിയറി? ലിമിറ്റേഷൻസ് ഓഫ് ബോർസ് തിയറി. എന്തൊക്കെ ലിമിറ്റേഷൻസ് ആണ് നമ്മൾ ബോർ മോഡൽ പ്രപ്പോസ് ചെയ്തതിനു ശേഷം പിൽക്കാലത്തുള്ള പഠനങ്ങളിൽ നമുക്ക് കാണാൻ സാധിച്ചത് എന്നുള്ളതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ബോർ മോഡൽ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഹൈഡ്രജൻ സ്പെക്ട്രം റെപ്രസെൻ്റ് ചെയ്യാൻ, ഹൈഡ്രജൻ സ്പെക്ട്രത്തിൻ്റെ തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ ബോർ മോഡൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാം. പക്ഷേ ഹൈഡ്രജൻ നമുക്കറിയാം, ഹൈഡ്രജനിൽ ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും ആണുള്ളത്. 1 ഇലക്ട്രോൺ ആറ്റമാണ് ഹൈഡ്രജൻ. മെനി ഇലക്ട്രോൺസ് ആറ്റം വരുമ്പോൾ നമുക്ക് അതിൻ്റെ അറ്റോമിക് സ്പെക്ട്ര ബോർ മോഡൽ വെച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കാതെ വരും. എന്ന് പറഞ്ഞാൽ ബോർ മോഡൽ എന്ന് പറയുന്നത് 1 ഇലക്ട്രോൺ ആറ്റത്തിനെ മാത്രമേ അഡ്രസ്സ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമുക്ക് ആദ്യം ആ ഒരു ലിമിറ്റേഷൻ എഴുതാം. ഫസ്റ്റ് ലിമിറ്റേഷൻ ഈസ് ഇറ്റ് അപ്ലൈസ് only to hydrogen. It applies only to hydrogen and 1 electron ions ഒരു ഇലക്ട്രോൺ ഉള്ള അയോൺസ് 1 ഇലക്ട്രോൺ അയോൺസ്. എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത് He+, അതായത് ഹീലിയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അറ്റോമിക് നമ്പർ 2 ആണ്. അതിൽ നിന്നൊരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാൽ അതൊരു അയണൈസ് ചെയ്യപ്പെട്ട ഹീലിയം ആറ്റമായിരിക്കും. അതിന് He+ എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അല്ലെങ്കിൽ Li2+, ലിഥിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 3 ആണ്. അതിൽ നിന്ന് 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാൽ അത് Li2+ ആയി മാറും. അപ്പോൾ ബോർ തിയറി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഹൈഡ്രജൻ്റെ അല്ലെങ്കിൽ ഹൈഡ്രജൻ ലൈക്ക് ആയിട്ടുള്ള അയോൺസുകളുടെ അറ്റോമിക് സ്പെക്ട്ര എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ കൂടുതൽ 1 ഇലക്ട്രോണിനേക്കാളും കൂടുതൽ ഇലക്ട്രോൺസ് ഉള്ള ആറ്റത്തിൻ്റെ അറ്റോമിക് സ്പെക്ട്ര എക്സ്പ്ലെയിൻ ചെയ്യാൻ ബോർ മോഡലിന് സാധിച്ചില്ല. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഇറ്റ് അപ്ലൈസ് ഓൺലി ടു ഹൈഡ്രജൻ ആൻഡ് 1 ഇലക്ട്രോൺ അയോൺസ് ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ഈവൻ apply to ordinary helium atom. കാരണം എന്താ, ഹീലിയം ആറ്റത്തിൽ 2 ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ 1 ഇലക്ട്രോൺ സിസ്റ്റത്തിനെ മാത്രമേ നമുക്കിത് അഡ്രസ്സ് ചെയ്യാൻ സാധിച്ചുള്ളൂ. ദാറ്റ് ഈസ്, നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. ദാറ്റ് ഈസ് അറ്റോമിക് സ്പെക്ട്ര
for hydrogen and hydrogen-like ions, hydrogen atom, atomic spectra for hydrogen atom and hydrogen-like ions can only be explained using this model. Okay. രണ്ടാമത് നമ്മൾ ഹൈഡ്രജൻ സ്പെക്ട്രം നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. എങ്ങനെയാണ് ബോർ മോഡൽ വെച്ച് നമുക്കത് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞു. പലതരത്തിലുള്ള സ്പെക്ട്രൽ സീരീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ബാൽമർ സീരീസ്, ലൈമൻ സീരീസ്, പാസ്റ്റൺ സീരീസ്, ബ്രാക്കറ്റ് സീരീസ്, ഫൺ സീരീസ്, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് സീരീസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത്തരം സീരീസുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഒരു വളരെ ക്വാളിറ്റിയുള്ള ഒരു അറ്റോമിക് സ്പെക്ട്രോസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഹൈഡ്രജൻ സ്പെക്ട്രം അനലൈസ് ചെയ്യുമ്പോൾ ചില സ്പെക്ട്രൽ ലൈൻസുകൾ, ഇപ്പോൾ ബാൽമർ സീരീസിൽ തന്നെ ചില സ്പെക്ട്രൽ ലൈൻസുകൾ കൂടുതൽ ഇൻറ്റൻസ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇൻറ്റൻസിറ്റി ചില സ്പെക്ട്രൽ ലൈൻസിൻ്റെ കൂടുതലായിരിക്കും, ചില സ്പെക്ട്രൽ ലൈൻസിൻ്റെ ഇൻറ്റൻസിറ്റി അത്രത്തോളം ഉണ്ടാവില്ല. ബോർ മോഡൽ ഓഫ് ആറ്റം പ്രകാരം അതിന് കൃത്യമായിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ, കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയുക എക്സ്പ്ലനേഷൻ കൊടുക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ചില ട്രാൻസിഷൻ, ചില സ്പെക്ട്രൽ ലൈൻസ് മാത്രം, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഹൈഡ്രജൻ്റെ സ്പെക്ട്രൽ ലൈൻ നമ്മളിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ലൈൻ ഇൻറ്റൻസ് ആണ്, ഈ ലൈൻ അത്ര ഇൻറ്റൻസ് അല്ല, ഈ ലൈൻ കുറച്ചും കൂടി ഇൻറ്റൻസിറ്റി കുറവാണ്. അപ്പോൾ ഇൻറ്റൻസിറ്റി വേരി ചെയ്യുന്നുണ്ട് ഓരോ സ്പെക്ട്രൽ ലൈൻസിൽ. നമുക്കറിയാം പ്രോബബിലിറ്റി ഓഫ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ട്രാൻസിഷൻ പ്രോബബിലിറ്റി ഒരു ലെവലിൽ നിന്ന് മറ്റൊരു ലെവലിലേക്ക് ഇലക്ട്രോൺ ജമ്പ് ചെയ്യുമ്പോൾ ഹയർ ലെവൽ ആണ് എമിഷൻ സ്പെക്ട്രവും അബ്സോർപ്ഷൻ സ്പെക്ട്രം ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ആ പ്രോബബിലിറ്റി ഓഫ് ട്രാൻസിഷൻ എന്ന് പറയുന്നത് ബോർ തിയറി പ്രകാരം ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ ലൈൻസിനും ഒരേ ഇൻറ്റൻസിറ്റിയാണ് ബോർ എക്സ്പെക്റ്റ് ചെയ്തത്. പക്ഷേ നമുക്ക് കിട്ടിയ എക്സ്പെരിമെൻ്റൽ റിസൾട്ട് എന്ന് പറയുന്നത് ചില സർട്ടൺ ലൈൻസിന് കൂടുതൽ ഇൻറ്റൻസിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ ചില സർട്ടൺ ട്രാൻസിഷൻസിന് പ്രോബബിലിറ്റി കൂടുതലാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ട്രാൻസിഷൻ പ്രോബബിലിറ്റി കൂടുതലാണ്, കൂടുതൽ അത്തരം ട്രാൻസിഷൻസ് സംഭവിക്കുന്നു. അതുകൊണ്ട് അതിൻ്റെ ഇൻറ്റൻസിറ്റി, സ്പെക്ട്രൽ ലൈൻസിൻ്റെ ഇൻറ്റൻസിറ്റി മാറുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ആ ഇൻറ്റൻസിറ്റിയുടെ വേരിയേഷൻ നമുക്ക് ബോർ തിയറി വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ലിമിറ്റേഷനായിട്ട് നമുക്ക് എഴുതാം, Bohr theory cannot explain why certain spectral lines are more intense than others. That is, it cannot explain why certain transitions have greater probability than others. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ചില പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് എന്ന് പറയുന്നത് ചില ട്രാൻസിഷൻസിൽ പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് കൂടുതലാണ്. അതുകൊണ്ട് ചില സ്പെക്ട്രൽ ലൈൻസ് ഇൻറ്റൻസിറ്റി കൂടുന്നുണ്ട്. ആ ഒരു എക്സ്പെരിമെൻ്റൽ ഫാക്റ്റിനെ തിയറിറ്റിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ ബോർ തിയറിക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. മൂന്നാമത്തെ, നമ്മൾ ആദ്യമായിട്ട് ഹൈഡ്രജൻ സ്പെക്ട്രം അനലൈസ് ചെയ്തത് ബാൽമർ ആണ്. 1885 ബാൽമർ സീരീസ് എക്സ്പെരിമെൻ്റലി ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്.
ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന അറ്റോമിക് എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് വെച്ചിട്ട് നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്ത, നമ്മൾ തിരിച്ചറിഞ്ഞ സ്പെക്ട്രൽ ലൈൻസിനെയൊക്കെ ഒരു പരിധി വരെ ബോർ മോഡൽ ഓഫ് ആറ്റം വെച്ചിട്ട് ഹൈഡ്രജൻ സ്പെക്ട്രത്തിന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിച്ചു. എന്നാൽ തുടർന്ന് വരുന്ന കാലഘട്ടത്തിൽ കുറച്ചും കൂടിയും ആക്യുറേറ്റ് ആയിട്ടുള്ള, കുറച്ചും കൂടിയും പ്രിസൈസ് ആയിട്ടുള്ള അറ്റോമിക് സ്പെക്ട്രോസ്കോപ്പുകളൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യുകയും അത്തരം സ്പെക്ട്രോസ്കോപ്പുകളിൽ കൂടെ ഹൈഡ്രജൻ സ്പെക്ട്രവും അതുപോലെ തന്നെ അത്തരത്തിലുള്ള എലമെൻറ്റുകളുടെ സ്പെക്ട്രൽ ലൈൻസും ഒബ്സർവ് ചെയ്തപ്പോൾ ബോർ പ്രഡിക്റ്റ് ചെയ്ത സ്പെക്ട്രൽ ലൈൻസിനേക്കാളും കൂടുതൽ സ്പെക്ട്രൽ ലൈൻസ് നമുക്കത് റിസോൾവ് ചെയ്ത് കണ്ടെത്താൻ സാധിച്ചു. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബോർ മോഡൽ ഓഫ് ആറ്റം പ്രകാരം ഇത്തരത്തിലുള്ള ഒരു, ഇപ്പോൾ എക്സാമ്പിളായിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 4 സ്പെക്ട്രൽ ലൈൻസ്, ഒരു 3-4 സ്പെക്ട്രൽ ലൈൻസ് ആണ് നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്തത്. ബോറിൻ്റെ തിയറി പ്രകാരം ഇത്രയും സ്പെക്ട്രൽ ലൈൻസ് ആണ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുകയെന്ന് വിചാരിക്കാം. പക്ഷേ ഈ ഒരു സിംഗിൾ സ്പെക്ട്രൽ ലൈൻ തന്നെ നമ്മൾ ആക്ച്വൽ ഒരു എക്സ്പെരിമെൻറ്റിൽ കൂടെ ഒബ്സർവ് ചെയ്യുമ്പോൾ ഈ ഒരു സിംഗിൾ സ്പെക്ട്രൽ ലൈൻസ് തന്നെ ഒരുപാട് ക്ലോസ്ലി സ്പേസ്ഡ് ആയിട്ടുള്ള സ്പെക്ട്രൽ ലൈൻസിൻ്റെ കോമ്പിനേഷനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ എക്യുപ്മെൻറ്റിൻ്റെ റെസൊല്യൂഷൻ കൂടുന്നതിനനുസരിച്ച് കൂടുതൽ സ്പെക്ട്രൽ ലൈൻസ് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സിംഗിൾ സ്പെക്ട്രൽ ലൈൻ, ഇപ്പോൾ n=1 നിന്ന് n=2 എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്കുള്ള ട്രാൻസിഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഒരു അബ്സോർഷൻ സ്പെക്ട്രത്തിൽ ഒരു സിംഗിൾ സ്പെക്ട്രൽ ലൈനാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്, നമ്മൾ ബോർ പ്രഡിക്റ്റ് ചെയ്യുന്നത് എങ്കിൽ പോലും അതിൽ കൂടുതൽ സ്പെക്ട്രൽ ലൈൻസ്, വളരെ സ്മോൾ ഡിഫറൻസ് വേവ് ലെങ്ത് ഉള്ള സ്പെക്ട്രൽ ലൈൻസ് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിച്ചു, നമുക്ക് പിന്നീട് ഒബ്സർവ് ചെയ്യാൻ സാധിച്ചു. അതിനാണ് നമ്മൾ ഫൈൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഫൈൻ സ്ട്രക്ചർ എന്നാണ് ഈ ഒരു സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈനിനെ നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ ബോർ പ്രപ്പോസ് ചെയ്തതിനേക്കാളും കൂടുതൽ സ്പെക്ട്രൽ ലൈൻസ് ഒബ്സർവ് ചെയ്യാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഇത്തരം സ്പെക്ട്രൽ ലൈൻസ്, ഇത്തരം സ്പ്ലിറ്റിംഗ് ഉണ്ടാവുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ബോർ മോഡൽ വെച്ചിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ലിമിറ്റേഷൻ ആയിട്ട് എഴുതാം. ഇതാണ് മൂന്നാമത്തെ ലിമിറ്റേഷൻ. ഇറ്റ് cannot account for the observation that many spectral lines actually consists of several spectral lines whose wavelengths differ slightly. അതായത് നമ്മളൊരു സിംഗിൾ സ്പെക്ട്രൽ ലൈൻ ആണ് എക്സ്പെക്ട് ചെയ്തതെങ്കിലും ആ സിംഗിൾ സ്പെക്ട്രൽ ലൈൻസിൻ്റെ അടുത്ത് തന്നെ ഒരുപാട് സെവറൽ സ്പെക്ട്രൽ ലൈൻസ് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിച്ചു. ഇതിനെയാണ് നമ്മൾ ഫൈൻ സ്ട്രക്ചർ എന്ന് നമ്മൾ പറയുന്നത്. ദിസ് ഈസ് കോൾഡ് ഫൈൻ സ്ട്രക്ചർ. അതിൻ്റെ റീസൺ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ അതിൻ്റെ റീസണൊക്കെ നമുക്ക് പറയാൻ പറ്റും. ക്വാണ്ടം മെക്കാനിക്സിൽ ഈ ഒരു ലിമിറ്റേഷൻസ് ഒക്കെ ഓവർകം ചെയ്യാൻ സാധിക്കും. അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ ബോർ തിയറിയുടെ 3 ലിമിറ്റേഷൻസ് നമ്മൾ പറഞ്ഞു. 4ാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്കറിയാം, നമ്മൾ കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഒരു ബൾക്ക് മെറ്റീരിയലിൻ്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ആറ്റംസ് പരസ്പരം, ആ ബൾക്ക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരുപാട് ആറ്റംസ് ചേർന്നുണ്ടാവുന്ന ലാർജ് നമ്പർ ഓഫ് ആറ്റത്തിൻ്റെ കളക്ഷനാണ് ഒരു ബൾക്ക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കണ്ടൻസ്ഡ് സോളിഡ് അല്ലെങ്കിൽ ഒരു ലിക്വിഡ് ഒക്കെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അതിൽ ലാർജ് നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടാവും. ഈ ആറ്റംസ് തമ്മിൽ ഇൻട്രാക്ഷൻസ് ഉണ്ടാവും. ഈ ആറ്റംസ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ വഴിക്ക് അതിൻ്റെ എനർജി സ്പെക്ട്രൽ ലൈൻസ് ുള്ള വേരിയേഷൻസ് ഉണ്ടാവും, എനർജി ലെവൽസിൽ വേരിയേഷൻസ് ഉണ്ടാവും.
അപ്പോൾ അത്തരത്തിലുള്ള ഈ ആറ്റത്തിൻ്റെ ഇൻഡിവിജ്വൽ ആറ്റത്തിൻ്റെ ഇൻ്ററാക്ഷൻ കൊണ്ട് ഒരു ബൾക്ക് മെറ്റീരിയലിൻ്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബോർ മോഡൽ വെച്ചിട്ട് നമുക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അടുത്ത ലിമിറ്റേഷനായിട്ട് നമുക്ക് പറയാൻ പറ്റും, നാലാമത്തെ ലിമിറ്റേഷനായിട്ട് നമുക്ക് പറയാൻ പറ്റും, ഇറ്റ് കനോട്ട് ടെൽ അസ് anything about the interactions of the atoms ആ atomic interactions ആണ് would lead to develop physical and chemical properties of the matter, solid, liquid അല്ലെങ്കിൽ gas, അതാണ് നമ്മൾ പറയുന്നത്. matter which is supposed to be the matter is supposed to be made up of several atoms. അപ്പോൾ ബോർ മോഡൽ വെച്ചിട്ട് ഈ ബോർ മോഡൽ ഒരു തരത്തിലുള്ള ഇൻഫർമേഷനും എന്തിനെ പറ്റി, ഒരു ബൾക്ക് മെറ്റീരിയലിൻ്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ബോർ തിയറി ഒരു രീതിയിലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇറ്റ് കനോട്ട് ടെൽ us anything about the interactions of atoms which would lead to develop the physical and chemical properties of matter which is supposed to be made up of several atoms ചേർന്നുണ്ടാവുന്ന ഒരു ബൾക്ക് മെറ്റീരിയലിൻ്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബോർ തിയറി വെച്ചിട്ട് നമുക്ക് ബോർ മോഡലിൽ നിന്ന് യാതൊരു തരത്തിലുള്ള ഇൻഫർമേഷനും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട കൺസേൺസ്. ബോർ തിയറിയെ സംബന്ധിച്ചിടത്തോളം 4 കൺസേൺസ് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ഹൈഡ്രജൻ അല്ലെങ്കിൽ ഹൈഡ്രജൻ ലൈക്ക് ആറ്റത്തിൻ്റെ സ്പെക്ട്ര എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാത്രമേ നമുക്ക് ബോർ തിയറി ഉപയോഗിക്കാൻ പറ്റുള്ളൂ. മെനി ഇലക്ട്രോൺ ആറ്റത്തിൽ നമുക്ക് ബോർ തിയറി അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ബോർ തിയറിക്ക് ഒരു തരത്തിൽ എന്താ പറയുക, ചില സ്പെക്ട്രൽ ലൈൻസിൻ്റെ ഇൻറ്റൻസിറ്റി കൂടാനും ചില സ്പെക്ട്രൽ ലൈൻസിൻ്റെ ഇൻറ്റൻസിറ്റി കുറയാനുള്ള കാരണം ബോർ മോഡൽ വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. മൂന്നാമത്തെ എന്ന് പറയുന്നത് ചില സ്പെക്ട്രൽ ലൈൻസ് എന്ന് പറയുന്നത് നമ്മൾ ഫർദർ ഫിസിക്സിൻ്റെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് അഡ്വാൻസ് ചെയ്തപ്പോൾ ഒരു സിംഗിൾ സ്പെക്ട്രൽ ലൈൻസ് തന്നെ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സെവറൽ സ്പെക്ട്രൽ ലൈൻസ് എന്ന് നമുക്ക് എക്സ്പെരിമെൻ്റലി വെരിഫൈ ചെയ്യാൻ പറ്റി. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഫൈൻ സ്ട്രക്ചർ സ്പ്ലിറ്റിംഗ് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് നമുക്ക് എന്താ പറയുക ബോർ മോഡൽ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. ബോർ മോഡൽ പ്രകാരം ഒരു സിംഗിൾ സ്പെക്ട്രൽ ലൈനാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തതെങ്കിൽ അതിന് പകരമായിട്ട് ആ ഒരു സിംഗിൾ സ്പെക്ട്രൽ ലൈനിൻ്റെ സ്ഥാനത്ത് ഒരുപാട് സ്പെക്ട്രൽ ലൈൻസ് എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ബോർ മോഡലിൻ്റെ ലിമിറ്റേഷൻ അതാണ്. അടുത്തതെന്ന് പറയുന്നത് ഇറ്റ് കനോട്ട് ടെൽ us anything about the interactions of atoms would lead to develop physical and chemical properties of matter which is supposed to be made up of several atoms. ഓക്കെ, അപ്പോൾ അങ്ങനെ ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് ബൾക്ക് പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബോർ മോഡൽ വെച്ചിട്ട് നമുക്ക് സാധിക്കാതെ വരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോർ തിയറിയുടെ മെയിൻ ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു പെർഫെക്റ്റ് അറ്റോമിക് മോഡലല്ല, അറ്റോമിക് തിയറി അല്ല ബോർ തിയറി എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. അപ്പോൾ അതാണ് പിന്നീട് വന്ന സയൻറ്റിസ്റ്റുമാർക്ക് കുറച്ചും കൂടി ജനറലൈസ് ചെയ്ത് കുറച്ചും കൂടി ഇത്തരം കൺസേൺസുകളൊക്കെ ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ അറ്റോമിക് തിയറിയുടെ ഡെവലപ്മെൻറ്റിലേക്ക് നമ്മളെ നയിച്ചത്. അത് 1925 ആ ഒരു പുതിയ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡിസ്ക്രൈബ് ദ മൈക്രോസ്കോപ്പിക് വേൾഡ് 1925-26 ആ കാലഘട്ടത്തിലാണ് എർവിൻ ഷ്രോഡിഞ്ചർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് വെർണർ ഹെയ്സൻബർഗ് ആൻഡ് മാക്സ് ബോൺ പിന്നെ വേറെ സയൻറ്റിസ്റ്റുമാരെന്ന് പറയുന്ന പോൾ ഡിറാക്,
പിന്നീട് ലേറ്ററായിട്ട് വന്ന ഡെവലപ്മെൻറ്റ് പോൾ ഡിറാക്കിൻ്റെ ഉണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് സയൻറ്റിസ്റ്റുമാർ ആ കാലഘട്ടത്തിൽ നമുക്ക് ഒരു ഏകദേശം ഒരു 1925 മുതൽ 30 വരെയുള്ള ക്വാണ്ടം പുതിയൊരു ബ്രാഞ്ച് ഓഫ് ഫിസിക്സിൻ്റെ ഡെവലപ്മെൻറ്റോടുകൂടി നമുക്ക് അറ്റോമിക് ഫിനോമിനകൾ ഒരു പരിധി വരെ പല കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ ഒരു പുതിയ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് കൂടെ സാധിച്ചു എന്നുള്ളതാണ്. അവിടെ ഹെയ്സൻബർഗിൻ്റെയും ഷോഡിഞ്ചറിൻ്റെയും ഒക്കെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷനാണ്. ഹെയ്സൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ആ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും ഡി ബ്രോയി ഹൈപ്പോത്തസിസും വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റിയും ഒക്കെ വളരെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് ഈ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഡെവലപ്മെൻറ്റിൽ നടത്തി എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ന്യൂ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് which mainly deals with the microscopic particles. It explains accurately that it could explain accurately a large part of physics and whole of chemistry. ഇത് ഡിറാക്കിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഡിറാക്ക് എങ്ങനെയാണ് ക്വാണ്ടം മെക്കാനിക്സിനെ എക്സ്പ്ലെയിൻ ചെയ്തത്? ഇറ്റ് കുഡ് എക്സ്പ്ലെയിൻ എ ലാർജ് പാർട്ട് ഓഫ് ഫിസിക്സിലെ ഒരുപാട് പ്രോബ്ലംസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. ആൻഡ് ഹോൾ ഓഫ് കെമിസ്ട്രിയുടെ ക്വാണ്ടം കെമിക്കൽ ഇൻട്രാക്ഷൻസ് ഒക്കെ ഈ ക്വാണ്ടം മെക്കാനിക്കലായിട്ട് നമുക്ക് വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള സാധാരണ കോമൺ സെൻസിന് നമ്മളുടെ എവരിഡേ ലൈഫിലുള്ള കോമൺ സെൻസിൽ നിന്നും വ്യത്യസ്തമായിട്ട് മറ്റൊരു തിങ്കിങ്ങിൽ കൂടെ മറ്റൊരു ചിന്തയിൽ കൂടെ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഈ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത്. വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഐഡിയാസിന് ആണ് നമ്മളിനി പുതുതായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. അത്തരം സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഐഡിയാസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഫിസിക്കൽ പ്രോബ്ലത്തിൻ്റെ ഡൈനാമിക്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഏറ്റവും ബ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഇത് പഠിച്ചു വരുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് ഈ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഡെവലപ്മെൻറ്റോടുകൂടി നമുക്ക് കുറേ കാര്യങ്ങൾ പുതിയ ന്യൂ ഐഡിയാസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഒരുപാട് പുതിയ ഐഡിയാസ് നമ്മളിനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ മൈക്രോസ്കോപ്പിക് തലത്തിലാണ് എന്ന് നമ്മൾ പറയും. പക്ഷേ അത് ഇറ്റ് ഈസ് ആക്ച്വലി ഈ ക്വാണ്ടം മെക്കാനിക്കൽ പ്രിൻസിപ്പിൾ നിങ്ങൾ അപ്ലൈ ചെയ്താൽ ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്ന റിസൾട്ട് ഒരു മാക്രോസ്കോപ്പിക് സിസ്റ്റത്തിലെ ക്ലാസിക്കൽ ഫിസിക്സ് എന്ന് പറയുന്നത് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് വെർഷൻ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിക് തലത്തിൽ നമുക്ക് രണ്ട് പാർട്ടിക്കിളുകളെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. മൈക്രോസ്കോപ്പിക് വേൾഡും മാക്രോസ്കോപ്പിക് വേൾഡും എന്ന് പറഞ്ഞാൽ നമ്മുടെ എവരിഡേ ലൈഫിൽ ഉപയോഗിക്കുന്ന പാർട്ടിക്കിളുകൾ, ഒരു ബോൾ അല്ലെങ്കിൽ ഒരു ബുള്ളറ്റ്, നമ്മളുടെ എവരിഡേ ഓബ്ജക്റ്റുകളിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് അല്ലെങ്കിൽ അതുപോലുള്ള ക്ലാസിക്കൽ മെക്കാനിക്സുകളാണ്. ന്യൂട്ടോണിയൻ ഓർ ക്ലാസിക്കൽ മെക്കാനിക്സ് ഇതാണ് നമ്മൾ സാധാരണ അപ്ലൈ ചെയ്യാറുള്ളത്. This Newtonian and classical mechanics failed to explain the dynamics of microscopic particles. നമുക്ക് കൃത്യമായിട്ട് അറിയുന്നതാണ്. അതാണ് അപ്പോൾ അതുകൊണ്ട് പുതിയൊരു ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ഡെവലപ്പ് ചെയ്തു. അതാണ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത്. ക്വാണ്ടം മെക്കാനിക്സ് it could explain the dynamics of the particles, microscopic particles, and we can also see that quantum mechanics is an approximation to classical mechanics is an approximation to quantum mechanics. Is an approximation to classical mechanics. അതായത് മാക്രോസ്കോപ്പിക് സിസ്റ്റത്തിൽ
ക്വാണ്ടം മെക്കാനിക്സ് റിസൾട്ടുകൾ എന്ന് പറയുന്നത് ക്ലാസിക്കൽ മെക്കാനിക്സിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഇതാണ് നമ്മൾ ബോർ കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാവർക്കും അറിയാം. ബോർസ് കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മൾ എന്താ പറഞ്ഞത്, ഗ്രേറ്റർ ദ ക്വാണ്ടം നമ്പർ ക്വാണ്ടം ഫിസിക്സ് എന്താ പറയുക, മോർ ക്വാണ്ടം ഫിസിക്സ് ലീഡ്സ് ടു ക്ലാസിക്കൽ ഫിസിക്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അതായത് ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസിൽ ക്വാണ്ടം നമ്പർ വളരെ ലാർജ് ആകുമ്പോൾ എനർജി ലെവൽസ് ഓൾമോസ്റ്റ് കണ്ടിന്യൂസ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ക്വാണ്ടം നമ്പർ കൂടുമ്പോൾ ക്വാണ്ടം മെക്കാനിക്കൽ റിസൾട്ടുകൾ എന്ന് പറയുന്നത് ക്ലാസിക്കൽ റിസൾട്ടിൽ കിട്ടുന്ന അതേ റിസൾട്ടുമായിട്ട് മാച്ച് ചെയ്യുന്ന അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത് ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ അപ്രോക്സിമേഷൻ ടു ക്വാണ്ടം മെക്കാനിക്സ്. ഓക്കെ, ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത് ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല, ക്വാണ്ടം മെക്കാനിക്സിൻ്റെ അപ്രോക്സിമേറ്റ് വേർഷൻ മാത്രമാണ് ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, that means the classical mechanics as an approximation to classic quantum mechanics. Approximation of quantum mechanics. ഓക്കെ, ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്നത് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ അപ്രോക്സിമേറ്റ് വേർഷനാണ്. ഓക്കെ, ഈ ക്ലാസിക്കൽ മെക്കാനിക്സിന് നമ്മൾ ന്യൂട്ടോണിയം മെക്കാനിക്സ് ആണ് ഉപയോഗിക്കാറുള്ളത്. ക്ലാസിക്കൽ ഓർ ന്യൂട്ടോണിയം മെക്കാനിക്സ്. ക്ലാസിക്കൽ ഓർ ന്യൂട്ടോണിയം മെക്കാനിക്സ് അവിടെ നിങ്ങൾക്ക് അറിയാം, ഒരു ക്ലാസിക്കൽ ന്യൂട്ടോണിയം മെക്കാനിക്സ് ഇപ്പോൾ നമ്മൾ എവരിഡേ ഒബ്ജക്റ്റുകൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് we can completely determine the future history of the particle with an absolute degree of accuracy. ക്ലിയർ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പ്രൊജക്ടൈൽ മോഷൻ പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ സിസ്റ്റത്തിൻ്റെ ഇനീഷ്യലായിട്ടുള്ള ചില പാരാമീറ്റേഴ്സ് നമുക്ക് അക്യുറേറ്റ് ആയിട്ട് ഡിറ്റർമിൻ ചെയ്യാൻ കഴിഞ്ഞാൽ ന്യൂട്ടോണിയം മെക്കാനിക്സ് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഫ്യൂച്ചർ കംപ്ലീറ്റ് പെർഫെക്റ്റ് പ്രഡിക്റ്റബിലിറ്റിയോട് കൂടി നമുക്ക് പറയാൻ പറ്റും. അതായത് പെർഫെക്റ്റ് പ്രഡിക്റ്റബിലിറ്റി ന്യൂട്ടോണിയം മെക്കാനിക്സിൽ ഉണ്ട് എന്നർത്ഥം. ഓക്കെ, ദാറ്റ് മീൻസ് വി ക്യാൻ ഡിറ്റർമിൻ the future history of the particle can be completely determined using this theory. അതായത് ഒരു പ്രൊജക്ടൈൽ മോഷനിലൊരു സ്റ്റോൺ നമ്മൾ ത്രോ ചെയ്യാമെന്ന് വിചാരിക്കുക. ആ സ്റ്റോണിൻ്റെ ഇനീഷ്യൽ സ്പീഡും ഇനീഷ്യൽ പൊസിഷനൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒരു പർട്ടിക്കുലർ സമയം കഴിഞ്ഞിട്ട് ആ സ്റ്റോൺ എവിടെ എത്തിച്ചേരുമെന്നും അതിൻ്റെ സ്റ്റോണിൻ്റെ പാത്ത് എങ്ങനെയാണെന്നും അതിൻ്റെ ട്രജക്ടറി എങ്ങനെയാണെന്നും ഒക്കെ വളരെ കൃത്യമായിട്ട് നമുക്ക് ന്യൂട്ടോണിയം മെക്കാനിക്സ് ഉപയോഗിച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ക്ലാസിക്കൽ മെക്കാനിക്സ് ഉപയോഗിച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നത് പെർഫെക്റ്റ് പ്രഡിക്റ്റബിലിറ്റി അവിടെയുണ്ട്. എന്നാൽ ക്വാണ്ടം മെക്കാനിക്സ് നമ്മൾ നോർമലി അപ്ലൈ ചെയ്യുക മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളുകളിലാണ്. ക്വാണ്ടം മെക്കാനിക്സിൽ അവിടെ ഒരു കംപ്ലീറ്റ് പ്രഡിക്റ്റബിലിറ്റി ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ഒരു അണ്ടർലൈൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്താണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പാർട്ടിക്കിളിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റ്, ഇനീഷ്യൽ പൊസിഷനും മൊമെൻറ്റവും വിത്ത് അബ്സല്യൂട്ട് ഡിഗ്രി ഓഫ് ആക്യുറസിയോട് കൂടി തന്നെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ ഹിസ്റ്ററി എന്ന് പറയുന്നത് പ്രോബബിലിസ്റ്റിക് ആയിട്ട് മാത്രമേ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. In quantum mechanics,
the kind of certainty അല്ലെങ്കിൽ perfect predictability, kind of certainty with just like similar to classical mechanics. Mechanics is impossible here because we don't know the actual state of the system with 100% accuracy. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേറ്റ് 100% ആക്യുറസിയോടുകൂടി നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ 100% ആക്യുറസിയോടുകൂടി നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഒരു എന്താ പറയുക ഒരു പ്രോബബിലിസ്റ്റിക് ഇൻ്റർപ്രിട്ടേഷൻ നമ്മളവിടെ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ നമ്മളവിടെ we use the probabilistic interpretation in this probabilistic interpretation in quantum mechanics. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ റേഡിയസ് ഓഫ് ബോർ ഓർബിറ്റ് നമ്മൾ അതായത് ഹൈഡ്രജന്റെ ഫസ്റ്റ് ഓർബിറ്റ് നമ്മൾ ഓൾറെഡി ബോർ തിയറിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ, അതായത് ബോർ ഓർബിറ്റിൻ്റെ റേഡിയസ് നമ്മൾ A0 എന്നാണ് സ്പെസിഫൈ ചെയ്തിരുന്നത്. ഇറ്റ് ഈസ് 5.3 × 10⁻⁻11 മീറ്റർ. നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ ടൂളുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ പെർഫെക്റ്റ് പ്രഡിക്റ്റബിലിറ്റിയിൽ 5.3 × 10⁻⁻11 ആണ് ഇതിൻ്റെ ബോർ ഓർബിറ്റ്. ഒരു എക്സാമ്പിളായിട്ട് പറയുന്നതാണ് ബോർ ഓർബിറ്റിൻ്റെ റേഡിയസ് എന്ന് നമ്മൾ പറയും. എന്നാൽ ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. ദിസ് റേഡിയസ് ഈസ് നോട്ട് a correct radius, it is only a most probable radius. This radius is called the most probable radius. എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ സെവറൽ ട്രയൽസ് നടത്താമെന്ന് വിചാരിച്ചു. ഈ റേഡിയസ് മെഷർ ചെയ്യുന്ന സെവറൽ ട്രയൽസ് ഒരു എക്സാമ്പിളിന് വേണ്ടി പറയുകയാണ്. നമുക്ക് അതിൻ്റെ തിയററ്റിക്കൽ വെർഷനൊക്കെ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് പഠിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. നമ്മൾ ഒരുപാട് ട്രയൽസ് നടത്താമെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഓരോ തവണയും കിട്ടുന്ന റേഡിയസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. എങ്കിലും മോസ്റ്റ് പ്രോബബിൾ ആയിട്ടുള്ള റേഡിയസ് എന്ന് പറയുന്നത് 5.3 × 10⁻⁻11 ആയിരിക്കും. ചില മെഷർമെൻറ്റിലെ റേഡിയസ് എന്ന് പറയുന്നത് 5.3 × 10⁻⁻11 കുറച്ച് താഴെയായിരിക്കാം. ചില മെഷർമെൻറ്റുകൾ 5.3 × 10⁻⁻11 കൂടുതലായിരിക്കും. എങ്കിലും അതിൻ്റെ ആവറേജ് റിസൾട്ട് അല്ലെങ്കിൽ മോസ്റ്റ് പ്രോബബിൾ റിസൾട്ട് എന്ന് പറയുന്നത് 5.3 × 10⁻⁻11. അവിടെ ഒരു പെർഫെക്റ്റ് പ്രഡിക്റ്റബിലിറ്റിയുടെ സാധ്യത ക്വാണ്ടം മെക്കാനിക്സിന് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയുന്നത് നമുക്ക് ഫ്യൂച്ചർ കൃത്യമായിട്ട് ഡിറ്റർമിനിസ്റ്റിക് ആയിട്ട് നമുക്ക് ഫ്യൂച്ചർ പറയണമെങ്കിൽ നമുക്ക് പ്രസൻറ്റ് സിറ്റുവേഷൻ കംപ്ലീറ്റ് ഡിറ്റർമിനിസ്റ്റിക് ആസ്പെക്റ്റിൽ നമുക്ക് പറയാൻ പറ്റണം. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റിയുടെയും അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെയും അണ്ടർലൈങ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളുകളും എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളൊക്കെ കറക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എക്സാക്ട് പൊസിഷൻ മൊമെൻറ്റം സൈമുൾട്ടേനിയസ് ആയിട്ട് ഡിറ്റർമിൻ ചെയ്യാൻ സാധിക്കില്ല വിത്ത് ആൻ അബ്സല്യൂട്ട് ഡിഗ്രി ഓഫ് ആക്യുറസി. നമ്മൾ ഓൾറെഡി അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഇനീഷ്യൽ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം നമുക്ക് പെർഫെക്റ്റ് പ്രഡിക്റ്റബിലിറ്റിയോടുകൂടി പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് പ്രഡിക്റ്റബിലിറ്റി ഫ്യൂച്ചർ ക്യാരക്ടറിസ്റ്റിക്സിനും ഉണ്ടാവില്ല. ഇതാണ് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. ഒന്ന്, ക്ലാസിക്കൽ മെക്കാനിക്സ് ഒരു ഡിറ്റർമിനിസ്റ്റിക് ആസ്പെക്റ്റിലാണ് നമ്മൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്.
ക്വാണ്ടം മെക്കാനിക്സിൽ ഒരു പ്രോബബിലിസ്റ്റിക് ഇൻ്റർപ്രിട്ടേഷനാണ് നമ്മളിവിടെ നടത്തുന്നത്. എങ്ങനെയാണ് ആ പ്രോബബിലിറ്റി എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി നമ്മൾ എന്താ പറയുക, നമ്മളുടെ ഡി ബ്രോയി വേവ്സ്, നമ്മൾ മാറ്റർ വേവ്സ് ഡിസ്കസ് ചെയ്തപ്പോൾ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വേവ് ഫംഗ്ഷനും പ്രോബബിലിറ്റിയുമായിട്ടുള്ള കണക്ഷനൊക്കെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വീണ്ടും നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യും. ആ വേവ് ഫംഗ്ഷനാണ് ഒരു ക്വാണ്ടം മെക്കാനിക്സിൽ ഒരു പാർട്ടിക്കിളിൻ്റെ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റമായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പോൾ വേവ് ഫംഗ്ഷനും അതുപോലെ തന്നെ അതിൻ്റെ കോൺസെപ്റ്റുകളും അതേപോലെ തന്നെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ ഡെവലപ്മെൻറ്റും ഒക്കെ നമ്മൾ അടുത്ത ലെക്ചറിൽ ഡിസ്കസ് ചെയ്യും. അതുവരെ വെയിറ്റ് ചെയ്യുക. താങ്ക് യു.